എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനാമികയും വേണും കൂടി അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കേസിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റണേ, അതുപോലെ ഞങ്ങൾ ഉദ്ദേശിച്ച പണം തന്നെ അനന്തപുരിക്കാർ ഞങ്ങൾക്ക് തന്നെ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടാണ് പ്രദക്ഷിണമൊക്കെ വെക്കുന്നത്. അന്നേരം വേണു പറയുന്നുണ്ട്, ഏതായാലും നമ്മൾ തന്നെ ജയിക്കും. ഈ ഡിവോഴ്സ് ഇന്ന് നടന്നിട്ടുണ്ടെങ്കിൽ നന്ദുവായിട്ടുള്ള വിവാഹത്തിന് നവീന് പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് നവീന് തന്നെ അറിയാം. അതുകൊണ്ട് നമ്മളെ വെല്ലുവിളിച്ചാലും മനസ്സിൽ നവീന് ഈ ഡിവോഴ്സ് ഇന്ന് നടക്കരുതെന്നായിരിക്കും. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്ന് രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട്. അന്നേരം അനാമിക പറയുന്നുണ്ട്, എനിക്ക് ഈ കേസ് ഇങ്ങനെ ഒരുപാട് നാൾ മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല അച്ഛാ. എത്രയും പെട്ടെന്ന് പൈസ കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് സ്റ്റെബിൻ്റെ കൂടെ UK പോകാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വേണു പറയുന്നുണ്ട്, എനിക്ക് അവനെ അത്ര വലിയ പിടുത്തമൊന്നുമില്ല, പിന്നെ ഇപ്പോഴത്തെ ജനറേഷന് അങ്ങനത്തെ ഉള്ളവരെയാലോ ഇഷ്ടം, അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറയുന്നു. ഏതായാലും അവർ തൊഴുതിറങ്ങുമ്പം കാണുന്നത് ആ അമ്പലത്തിലോട്ട് കയറി വരുന്ന അനിയൻ നന്ദുവിനെയാണ്. അവരെ കാണുന്നത് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വേണുവിനും അനാമികയ്ക്കും. ദേ നോക്ക് രണ്ടുകൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നു. അന്നേരം വേണു പറയുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത്, ഇനി എന്താണോ നടക്കുന്നതെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുന്നു. അത് കഴിഞ്ഞ് അവരടുത്തോട്ട് വന്നു കഴിയുമ്പം വേണു ചോദിക്കുന്നുണ്ട്, ആ വക്കീൽ ഈ നന്ദു സാറിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്, എന്നിട്ട് ഇപ്പോഴും നിങ്ങളുടെ പ്രണയബന്ധത്തിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം അനി ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്, ഞങ്ങളുടെ കാര്യമല്ലേ, അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന്. അന്നേരം വേണു പറയുന്നുണ്ട്, അതത്രേ ഉള്ളൂ എന്ന് എനിക്കറിയാം, ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരെയും ശല്യം ചെയ്യില്ല എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, അത് കിട്ടും എന്ന് കരുതി നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കേണ്ട, ഈ കേസിൻ്റെ പേരിൽ 10 പൈസ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അത് എൻ്റെ മാത്രമല്ല മുത്തശ്ശൻ്റെ കൂടെ തീരുമാനമാണ്. തന്നെ പോലെയല്ല മുത്തശ്ശൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കും എന്ന് പറയുവാണ്. അന്നേരം വേണു പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഡിവോഴ്സ് നടക്കരുത് എന്ന് തന്നെയായിരിക്കും വക്കീലിൻ്റെ ആഗ്രഹം. കാരണം ഡിവോഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വക്കീലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കോടതിയിൽ വക്കീൽ ആത്മാർത്ഥത കാണിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാമെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് വേണു നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, അതെ, അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ച് ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യം പറയുമോ, മാഡം ആരെയാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്, ആ വക്കീലിനെയാണോ അതോ ഈ നിൽക്കുന്ന അനിയാണോ? ഒരു കാര്യം ഞാൻ തുറന്നു പറയാം കേട്ടോ, വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ നട്ടലുള്ള നവീൻ വക്കീലിനെ തന്നെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത്, അല്ലാതെ ഇതുപോലെ നട്ടലില്ലാത്ത ഇവനെ വിവാഹം കഴിക്കുന്നത് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പം അനിക്ക് ദേഷ്യം വരും. അനി പറയുന്നുണ്ട്, ലോകം മൊത്തം നുണ പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ നുണ പറഞ്ഞ് മകളെ കെട്ടിച്ചു, എന്നിട്ട് ഇപ്പം എൻ്റെ നട്ടലിൻ്റെ ബലം അന്വേഷിക്കാൻ നടക്കുവാണോ, ആ ബലം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നോ എന്നൊക്കെ ചോദിച്ച് വഴക്കിന് ചെല്ലുമ്പം നന്ദു പറയുന്നുണ്ട്, അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ച് വെറുതെ വഴക്കുണ്ടാക്കരുത്, ഇവൻ്റെ ഇന്ന് തല്ലു മേടിക്കാൻ നിങ്ങൾ പോകാൻ നോക്കുക എന്ന് പറയും. എന്നിട്ട് അവരങ്ങ് ഇറങ്ങുമ്പോഴത്തേക്കും ഇവർ അമ്പലത്തിലേക്ക് കയറി പോകാൻ വേണ്ടി തുടങ്ങുവാണേ. അന്നേരവും വേണു പറയുന്നുണ്ട്, നമുക്ക് കാണാം എവിടെ വരെ പോകുമെന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒന്ന് ചൊറിഞ്ഞിട്ടാണ് പോകുന്നത്. നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ് അനി. എന്തായാലും അവർ പോയി കഴിയുമ്പം അനി നന്ദുവിനോട് പറയുന്നുണ്ട്, അവർ പറഞ്ഞത് സത്യമാകാനാണ് സാധ്യത, നവീൻ കോടതിയിൽ സത്യസന്ധമായിട്ട് വാദിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, നീ ആ കാര്യങ്ങളൊക്കെ വിട്, നമ്മുടെ സങ്കടം നമ്മൾ പറയാൻ വന്നത് ദൈവത്തിനോടാണ്, നമ്മളുടെ മനസ്സെന്താണെന്ന് ഈശ്വരന് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഈശ്വരൻ നമ്മുടെ കൂടെ നിൽക്കും, നീ സമാധാനപ്പെട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏതായാലും അവിടുന്ന് വരുന്ന വേണു നേരെ നമ്മുടെ നവീനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നേ അമ്പലത്തിൽ അവൻ വന്നിട്ടുണ്ടായിരുന്നു, ആ അനി കൂടെ സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണുണ്ടായിരുന്നു നന്ദു. ഏതായാലും രണ്ടുപേരൂടെ ഇന്നത്തെ കേസ് ജയിക്കണമെന്ന് പ്രാർത്ഥിക്കാനാണോ അതോ രണ്ടുപേരും ഒന്നിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാനാണോ വന്നത് എന്നറിയില്ല എന്ന് പറയുമ്പം നവീൻ പറയുന്നുണ്ട്, അത് മിക്കവാറും ആദ്യം പറഞ്ഞ കാര്യം തന്നെയായിരിക്കും നടക്കാൻ സാധ്യത എന്ന്. നേരം വേണു പറയുവാണ്, അത് അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം, അങ്ങനെ പെട്ടെന്നൊന്നും ഡിവോഴ്സ് നേടുന്ന രീതിയിൽ വക്കീൽ കാര്യങ്ങൾ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് അനിയാണ്, അനിയും നന്ദുവും തമ്മിൽ സ്നേഹത്തിലാണ് എന്നൊക്കെ വക്കീലിന് അറിയാലോ. അപ്പോൾ ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാർക്കാണ്, അത് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട്, താനല്ല ഞാൻ, എന്താണ് കോടതിയിൽ ചെയ്യേണ്ടത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ വേണു പറയും, എൻ്റെ മകൾക്ക് നീതി കിട്ടണം, അത്രയേ എനിക്കുള്ളൂ എന്ന്. അന്നേരം നവീൻ പറയും, നീതി കിട്ടണം എങ്കിൽ നിങ്ങളുടെ മകൾ മര്യാദയ്ക്ക് ഇരിക്കണമായിരുന്നു, അല്ലാതെ അഴിഞ്ഞാടി നടക്കുന്ന നിങ്ങളുടെ മകൾക്ക് നീതി കിട്ടാൻ പോകുന്നില്ല. ഏതായാലും നിങ്ങളുടെ മകളെ അനിയുടെ തലയിൽ നിന്ന് ഒഴിച്ചു വിടും ഞാൻ എന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും വെല്ലുവിളിക്കുന്നുണ്ട് വേണു. ഏതായാലും ഫോൺ വെച്ച ശേഷം നവീൻ്റെ മുത്തച്ഛനുമായിട്ട് സംസാരിക്കുന്നുണ്ട്.
അന്നേരം നവീൻ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശനോട്, വേണുവാണ് വിളിച്ചത്, ഇന്ന് ഞാൻ കോടതിയിൽ ആത്മാർത്ഥത കാണിക്കില്ല എന്നൊക്കെ അങ്ങേര് എന്നെ വെല്ലുവിളിച്ചു. ഏതായാലും ഞാൻ എന്താണ് മനസ്സിൽ കണ്ടേക്കുന്നത് എന്ന് ഇന്ന് അയാളെ ഞാൻ കോടതി കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറയുന്നു. അന്നേരവും മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ നന്നായിട്ട് വാദിച്ചോണം എന്ന്. അന്നേരം നവീൻ പറയും, ഞാൻ ഇന്ന് എങ്ങനെയെങ്കിലും ജയിക്കാനേ ശ്രമിക്കുകയുള്ളൂ. കാരണം ഇന്ന് ജയിച്ചില്ല എങ്കിൽ വേറെ പലരോടും ഞാൻ മറുപടി പറയേണ്ടി വരും, തലകുനിച്ച് നിൽക്കേണ്ടി വരും. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയല്ല. ഏതായാലും നമ്മൾ രണ്ടുപേരും കൂടി ഇന്നലെ സംസാരിച്ചപ്പോഴും എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതെല്ലാം ഞാൻ കോടതിയിൽ ഉപയോഗിക്കും. ഉറപ്പായിട്ടും ഇന്ന് ജയിച്ചേ ഞാൻ തിരിച്ചു വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നവീൻ അവിടുന്ന് ഇറങ്ങുന്നത്. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയന ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോഴേക്കും ഉണ്ടാക്കിയ പലഹാരങ്ങളും സാധനങ്ങളും ഒക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട് ദേവയാനി. എന്നിട്ട് ഇതെല്ലാം മോൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയും. അന്നേരം തൊട്ടപ്പുറത്ത് നിന്ന് കഞ്ഞിയാന്ന് തോന്നുന്നു രാവിലെ നവ്യ കഴിക്കുക. അന്നേരം നവ്യയോട് ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ നീയും എടുത്ത് കഴിച്ചോ എന്ന്. അന്നേരം നവ്യ പറയും, വേണ്ട, എനിക്ക് വേണ്ട, ഏതായാലും മരുമോൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് അവൾ തന്നെ കഴിച്ചോട്ടെ എന്ന് പറയുവാണ്. അന്നേരം ദേവയാനി ചോദിക്കും, എങ്ങനെയുണ്ട് നീ ഹോസ്പിറ്റലിൽ പോയിട്ട്, അനഘയ്ക്ക് സുഖമായി വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടമ്മേ, ഇപ്പോൾ ആരുടെയും സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ വരെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചന്തുമോൾ ഇങ്ങോട്ട് വരാത്തത്, അവളുടെ അമ്മയെ കിട്ടിയില്ലേ അതുകൊണ്ട്. പിന്നെ എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു, സംസാരിച്ചു, അതുപോലെ അമ്മയുടെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് അങ്ങ് എഴുന്നേക്കുവാണ് നവ്യ. എന്നിട്ട് പറയും, എങ്കിലും ഒരു കാര്യം ചെയ്യുക, അമ്മയും മോളെയും കൂടെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുക, ഈ വീട്ടിൽ ഇതല്ല ഇതിനപ്പുറം നടക്കുമെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, ശരിയാ, ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തെന്നിരിക്കുമെന്ന്. അന്നേരം വീണ്ടും നവ്യ പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ ചെയ്യും, കാരണം എന്നെയും അഭിയും എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കണം, അതാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവും. പോയി കഴിയുമ്പോഴും നയന പറയുന്നുണ്ട്, ചേച്ചിയുടെ മനസ്സിൽ എന്താണ് എന്ന് മനസ്സിലാകുന്നില്ലല്ലോ അമ്മയെന്ന്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അവളുടെ മനസ്സിൽ എന്താണ് എന്ന് അറിയില്ല, പക്ഷേ കഴിഞ്ഞ ദിവസം അവൾ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഞാൻ കണ്ടു. അടുത്ത് ചെന്ന് ഞാൻ എന്താ നീ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, കൂടപ്പിറപ്പും അച്ഛനും അമ്മയും എല്ലാം ഞങ്ങളെ തകർക്കാനാണ് ശ്രമിക്കുന്നത്, അതോർത്തപ്പോൾ സങ്കടം വന്നതാണ് എന്നാ പറഞ്ഞത് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അതൊന്നുമല്ല, ചേച്ചിയുടെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട്, അത് ചേച്ചി നമ്മളോട് തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അതുപോലെ നവ്യയുടെ നമ്പർ സേവ്യറുടെ കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ചേച്ചിയുടെ മനസ്സിൽ എന്താണ് എന്ന് ആദർശേട്ടൻ കണ്ടുപിടിച്ചോളും. അതുപോലെ നാഗേന്ദ്രൻ്റെ കാര്യവും കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് നയന പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നാഗേന്ദ്രൻ്റെ കാര്യം പറയുമ്പം ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അപ്പച്ചിയും ഇളയച്ചനും ഇളയമ്മയാണ്, അതുകൊണ്ട് അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് അവർക്ക് എന്തോ അറിയാമെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കൊന്നും അറിയില്ല മോളെ, അന്ന് ജ്വല്ലറി നടന്ന സംഭവമില്ല, അതുവരെ എനിക്കും ജയേട്ടനും അറിയത്തുള്ളൂ. ഏതായാലും ഇതിൻ്റെ പുറകെ പോയി കുറച്ച് കഴിയുമ്പം കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമായിരിക്കും എന്ന് പറയുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, ഓണമായതുകൊണ്ടാണ് ഇത്തിരി തിരക്കായി പോയില്ലേ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം ആദർശേട്ടൻ പെട്ടെന്ന് കണ്ടെത്തിയേനെ, ഏതായാലും എന്തെങ്കിലും കണ്ടുപിടിക്കും എന്നും പറയുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോയ നവ്യ നേരെ പോകുന്നത് അബിയുടെ അടുത്തോട്ടാണ്. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, എന്നെ കേൾപ്പിക്കാൻ വേണ്ടി എൻ്റെ മുന്നിൽ വെച്ച് അനഘയ്ക്ക് സുഖമായ കാര്യങ്ങളൊക്കെ അവൾ ഇരുന്ന് സംസാരിക്കുമായിരുന്നു എന്ന് പറയുമ്പം, അവളിപ്പോൾ ഏത് ഹോസ്പിറ്റലാണ് എന്ന് ചോദിക്കും അബി. അന്നേരം ഏത് ഹോസ്പിറ്റലാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാട്ടോ നവ്യ പറയുന്നത്, ഇവൻ്റെ കയ്യിലിരിപ്പ് പറയാലോ അതുകൊണ്ടായിരിക്കും. അന്നേരം അബി പറയുന്നുണ്ട്, അവൾ റിക്കവറായി വന്നു കഴിഞ്ഞാൽ ഇവർ പലതും പറഞ്ഞ് എന്നെയും നിന്നെയും തെറ്റിക്കാൻ നോക്കും, അതുപോലെ ഈ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നൊക്കെ അവർ നോക്കും എന്ന് പറയുമ്പം നവ്യ ചോദിക്കും, അതിന് അങ്ങനെ ഇറങ്ങി പോകേണ്ടി വന്നാൽ തന്നെ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, നിനക്ക് ജീവിക്കാനുള്ള വകയില്ലേ, നിൻ്റെ അച്ഛനും വലിയ കാശുകാരനല്ലേ, പിന്നെ ഇതിനാണ് നീ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പം, അങ്ങനെ ഇവിടുത്തെ പണം ഞാൻ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ലല്ലോ, ഇവിടുത്തെ ട്രസ്റ്റിൽ ഞാൻ അംഗമാണ്, അങ്ങനെ എല്ലാ പണവും കിട്ടിയാലും ജീവിക്കാൻ അത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പം, അതൊക്കെ നല്ലതാണ്, പക്ഷേ ഇവർ നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കുമായിരിക്കും, ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇവരുടെ പ്ലാനെങ്കിൽ ആദർശ് ചെയ്ത തെറ്റ് നീ ചുമക്കേണ്ട കാര്യമൊന്നുമില്ല, നിൻ്റെ തലയിൽ ഇടാൻ ഞാൻ സമ്മതിക്കത്തുമില്ല, നമുക്കൊരു DNA ടെസ്റ്റ് അങ്ങ് നടത്താം, അപ്പം എല്ലാ കാര്യങ്ങളും തെളിയുമല്ലോ, മുത്തശ്ശനെ നമ്മുടെ കൂടെ കൂട്ടാം എന്നൊക്കെ പറയുവാണ്. അന്നേരം അബിക്ക് ടെൻഷനായേ. അബി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പം നിലവിൽ കെട്ടാറിപ്പോയ ഒരു കാര്യമാണത്, അത് ഇനിയും കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം നവ്യ ചോദിക്കും, അങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിനക്ക് അതിൻ്റെ അകത്ത്
പ്രശ്നങ്ങളൊന്നും സംഭവിക്കാനില്ലല്ലോ, പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പം അതെ പിന്നെ എന്തിനാടി അതിൻ്റെ പുറകെ പോണേ, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയും. അബി അങ്ങ് പോയി കഴിയുമ്പം നബി ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ്, എടാ നീ ഇപ്പം അങ്ങ് രക്ഷപ്പെട്ട് പോക്കോ, പക്ഷേ നിന്നെ ഞാനിട്ട് വെള്ളം കുടിപ്പിക്കും, ഞാൻ അടിച്ച ടെൻഷൻ്റെ 1000 മടങ്ങ് നിന്നെ ഞാൻ ടെൻഷൻ അടുപ്പിക്കും, എന്നിട്ടേ നിനക്കുള്ള വിധി ഞാൻ നിർണ്ണയിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്ന നവ്യയെ കാണിക്കുന്നുണ്ട്. പിന്നീട് അനിയെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്തോട്ട് അനി വരുന്നു. ഇന്നാണ് കോടതിയിൽ വാദം നടക്കുന്നത്. അപ്പം അങ്ങോട്ട് പോകാവുന്നതിന് മുമ്പ് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാൻ വേണ്ടി വന്നതാണ് അനി. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ നരസിംഹത്തെ വിളിച്ചായിരുന്നു, ഏതായാലും ഇന്ന് നവീൻ കോടതിയിൽ ആത്മാർത്ഥമായി തന്നെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തോളും, നിനക്ക് ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറയുന്നു. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും നീ നവീനെ വിഷമിപ്പിക്കരുത് എന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ ആരെയും വിഷമിപ്പിക്കാനൊന്നും പോകുന്നില്ല, ഇപ്പോൾ നിലവിൽ നവീന് നന്ദുവിനെ ഇഷ്ടമാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നന്ദു തിരിച്ചു പറഞ്ഞിട്ടില്ല. ഇനി നന്ദുവും അങ്ങനെ പറയുവാണെങ്കിൽ അവർ തമ്മിൽ വിവാഹം കഴിച്ചോട്ടെ, അവരൊന്നിച്ചോട്ടെ, അവരെ ശല്യം ചെയ്യാൻ ഞാൻ ചെല്ലത്തില്ല. അതല്ല മറിച്ച് എന്നെയാണ് അവൾക്ക് ഇഷ്ടമെങ്കിൽ ആരൊക്കെ തടസ്സം നിന്നാലും ഞങ്ങളുടെ വിവാഹം നടത്താൻ വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നിൽക്കണം, അതിപ്പോൾ ആര് തടഞ്ഞാലും ഞാൻ ആ വിവാഹം നടത്തിയെടുക്കുകയും ചെയ്യും എന്ന് പറയുമ്പം മുത്തശ്ശനാകെ വിഷമമാണ്. അന്നേരം എന്തെങ്കിലും ആകട്ടെ നീ ഇപ്പം കോടതിയിലേക്ക് ചെല്ലേ എന്ന് പറയുന്നു. അങ്ങനെ അനി അവിടെ നിന്ന് പോന്നു കഴിയുമ്പോഴേക്കും മുത്തശ്ശിക്ക് ആകെ വിഷമമാണ്, ഇതെന്താ ഇവൻ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പം അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണ്, അതവൻ പലതവണ തുറന്നു പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ്. പിന്നെ ഇപ്പം നന്ദുവിന് വന്നിരിക്കുന്ന ആലോചന നവീൻ്റെ ആയിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുക കേട്ടോ. അതുപോലെ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അവന്തികമായിട്ടുള്ള വിവാഹം ഇനി ഇവിടെ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിലും മുത്തശ്ശൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനിയും ജാനകിയും കാണിക്കുന്നു. അവർ ടെൻഷനോടെ ഈ വിവാഹമോചനത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ജാനകി ഇപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, ഈ വിവാഹമോചനം ഒന്ന് നടന്നു കിട്ടിക്കഴിഞ്ഞാൽ അവന്തിക മോളുടെ വിഷമം മാറ്റായിരുന്നു എന്ന്. അന്നേരം ദേവേനി ചോദിക്കും, ഇപ്പോഴും നീ അത് തന്നെയാണ് പറയുന്നത്, അനിയുടെ മനസ്സിൽ എന്താണ് എന്ന് അവൻ തുറന്നു പറഞ്ഞതല്ലേ, ഇനിയും ആ വിവാഹമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം അവൻ അങ്ങനെ പറഞ്ഞാലും അവന്തിക മോളുമായിട്ടുള്ള വിവാഹം നിങ്ങളെല്ലാവരും അവനെ നിർബന്ധിക്കുമായിരുന്നെങ്കിൽ നടന്നേനെ, നിങ്ങളത് ശ്രമിക്കാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഇനി അവനെ വേദനിപ്പിക്കാൻ നിൽക്കണ്ട, അവൻ്റെ മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന്. അപ്പോഴത്തേക്കും അനി വരും. എന്നിട്ട് കോടതിയിലേക്ക് പോകാണല്ലോ, ഞാൻ പോയിട്ട് വരാൻ വല്യമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും, മോനെ നീ സൂക്ഷിച്ചും കണ്ടു ഓരോന്നും പറഞ്ഞോണം കേട്ടോ, നാക്കുപടിയൊന്നും ഉണ്ടാകരുത് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. ഏതായാലും കോടതിയിൽ അവൻ ചതിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനി ഇറങ്ങാൻ പോകുന്നത്. അന്നേരം ആദർശും നയനയും വരുന്നുണ്ടായിരുന്നു. അവരും പറയുന്നുണ്ട്, ഇല്ലടാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന്. അങ്ങനെ അനി അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ജാനകി പറയുവാണ്, ഈ വിവാഹ മോചനം നടക്കുമായിരുന്നെങ്കിൽ നമുക്ക് അവന്തികമായിട്ടുള്ള വിവാഹം നടത്തണം, നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണമെന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവൻ്റെ മനസ്സെന്താണെന്ന് അവൻ പറഞ്ഞതാണ്, ഇനി അതിൻ്റെ പുറകെ നിൽക്കേണ്ട കാര്യമുണ്ടോ ഇളയമേ എന്ന് ചോദിക്കുമ്പം ജാനകി പറയുവാണ്, ആ വിവാഹം നടക്കും, നിങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചാൽ മതിയെന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതിന് അവൻ്റെ ഇഷ്ടം കൂടെ നോക്കണ്ടേന്ന്. അന്നേരം ജാനകി പറയുവാണ്, ഇതിനു മുമ്പുള്ള വിവാഹം അവൻ്റെ ഇഷ്ടത്തിനാണ് നടന്നത്, എന്നിട്ട് എന്തായി, അതുകൊണ്ട് ഇനി ആ കാര്യങ്ങളൊന്നും നോക്കണ്ടെന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അന്നും അവൻ ആ വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരുന്നു താല്പര്യം, അന്ന് ഇളയമ്മ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതുകൊണ്ട് ആ രീതിയിൽ അവൻ ഇനി പ്രഷർ ചൊലുത്തരുതെന്ന് പറയുന്നു. അന്നേരം ജാനകി പറയുവാണ്, ആയിക്കോട്ടെ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ്റെ വിവാഹമോചനം നടന്നതിന് ശേഷം അവൻ ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചോട്ടെ, ആ കനകയുടെ മോൾ ഒഴിച്ച് എന്നിങ്ങനെ പറയുമ്പം അവിടെ നയന നിൽപ്പുണ്ടല്ലോ, നയന പറയുന്നുണ്ട്, ആ വിവാഹം ഏതായാലും നടക്കാൻ പോകുന്നില്ല, ഇളയമ്മയെ പോലെ തന്നെ ആ വിവാഹം നടക്കരുത് എന്നാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാർത്ഥമായ ആഗ്രഹം, അതവർ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടത് നടക്കില്ല എന്ന് തന്നെ നയനയും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന അനാമികയാണ്. അവരും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച കാര്യവും അവിടെ വെച്ച് നവീനെ കണ്ട കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും അപ്പോഴത്തേക്കും വേണുവും വരും. വേണു പറയുന്നുണ്ട്, വക്കീലിനെ ഞാൻ ഒന്നുകൂടി ഒന്ന് ചൂട് പിടിപ്പിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിക്കാനില്ല, ഇന്ന് കോടതിയിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഞാൻ വിവാഹമോചനം വേണ്ട എന്നൊരൊറ്റ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കും, അപ്പോൾ എങ്ങനെയാണ് അവന് വിവാഹമോചനം കിട്ടുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.